Welcome to BSc Main Physics class, Semester 4, our second lecture, main paper, second lecture, Semester 4, and the chapter is Particle Dynamics. In this lecture, we see what are force, torque, and kinetic energy. Force, torque, and kinetic energy are the topics of discussion today for the main paper, Semester 4, BSc Physics, Chapter 1. So before seeing torque, let us see what are inertial mass and gravitational mass. Inertial mass and gravitational mass. In your plus one class, you have studied inertial mass and gravitational mass and proved they are equal. Inertial mass we write as mi, gravitational mass we write as mg, and you know mi is equal to mg. There is no difference between inertial mass and gravitational mass. But what are they actually? That we explain, that we repeat. The inertial mass and gravitational mass we repeat here, distinguish. So what is inertial mass? ഒരു വസ്തുവിന് ആകെ ഒറ്റ മാസമേ ഉള്ളൂ, എങ്കിലും ഈ ഡെഫിനിഷൻ്റെ പർപ്പസിൽ നമ്മൾ രണ്ട് മാസ് പറയാറുണ്ട്. ഒന്ന് എം ഐ, അതിന് ഇനർഷ്യൽ മാസ് എന്ന് പറയും. രണ്ടാമത്തെ എം ജി, അതിന് ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറയും. നമുക്ക് തെളിയിക്കാനാകും ഈ രണ്ട് മാസം ഒന്നാണെന്ന്. ഇനർഷ്യൽ മാസും ഗ്രാവിറ്റേഷണൽ മാസും രണ്ടും ഒരേ വിലയാണ് എന്ന് കാണിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് ഡെഫിനിഷൻ അതൊന്ന് അറിഞ്ഞിരിക്കണം. സോ ഇനർഷ്യൽ മാസ് ഫസ്റ്റ്. ദ മാസ് ഓഫ് എ ബോഡി വിച്ച് മെഷേഴ്സ് ദ ഇനർഷ്യ ഈസ് കോൾഡ് ഇനർഷ്യൽ മാസ്. ഒരു വസ്തുവിന് ഇനർഷ്യ അളക്കാൻ സഹായിക്കുന്ന മാസിനെ വിളിക്കുന്ന പേരാണ് ഇനർഷ്യൽ മാസ്. മാസ് കൂടിയാൽ ആ വസ്തുവിൻ്റെ സ്റ്റേറ്റ് ഓഫ് ഇനർഷ്യ കൂടും, ഇനർഷ്യ വാല്യൂ കൂടും, ഇനർഷ്യ ഓഫ് റെസ്റ്റ് കൂടും മാസ് കൂടിയാൽ. അപ്പോൾ ഇനർഷ്യൽ മാസ് ഡിഫൈൻ ചെയ്യുന്നത് എം ഐ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ആക്സിലറേഷൻ. യു നോ എഫ് ഈസ് എം എ, ദാറ്റ് ഈസ് എം ഈസ് എഫ് ബൈ എ, ആൻഡ് ഹിയർ this m we write as mi. I stands for inertial mass. I stands for inertia, the first mass. So first mass, the inertial mass, we define by the equation mi is equal to f by a. This is actually Newton's second law. Inertial mass is measured by the ratio of the force F and acceleration A produced. Inertial mass is conserved and is not affected by the presence of other bodies near it. Inertial mass varies with velocity. അപ്പോൾ ഒരു വസ്തു റെസ്റ്റിലുള്ളപ്പോൾ അതിൻ്റെ മാസ് ഇനർഷ്യൽ മാസ്, അത് മറ്റ് വസ്തുക്കളുടെ സാമീപ്യം ഉണ്ടെങ്കിൽ ഇനർഷ്യൽ മാസ് മാറത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് പഠിക്കുമ്പോൾ വെലോസിറ്റി കൂടിയാൽ, വെലോസിറ്റി ഇപ്പോൾ സിയുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് വർദ്ധിച്ചാൽ നമുക്ക് ഇനർഷ്യൽ മാസിനൊരു മാറ്റം ഉണ്ടാകും. അല്ലാതെ ചെറിയ വെലോസിറ്റിയിലും റെസ്റ്റിലും ഇനർഷ്യൽ മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഇനി എന്താണ് ഗ്രാവിറ്റേഷണൽ മാസ്? ദ മാസ് ഓഫ് എ ബോഡി വിച്ച് ഡിറ്റർമിൻസ് the gravitational force of attraction due to earth is called gravitational mass. ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ കാണുമ്പോൾ നമ്മളൊരു മാസ് സാധാരണ എഴുതാറുണ്ട്. ആ മാസിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറയും വസ്തുവിൻ്റെ. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കൂ. ബൈ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ദ ഫോഴ്സ് എഫ് ആക്ടിംഗ് ഓൺ എ ബോഡി ലൈങ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം ജി ബൈ ആർ സ്ക്വയർ. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ക്യാപിറ്റൽ മാസ് ഓഫ് എർത്ത് എം ജി, the gravitational mass of the body under consideration, and r is radius of earth. And from this we get the gravitational mass mg is equal to fr square by gm on cross multiplying. Here the symbols in the expression are explained. A mass of earth, g universal gravitational constant, r radius of earth. It can be shown that inertial mass is equal to gravitational mass. അപ്പോൾ മുകളിൽ കാണുന്ന ആ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ച് നമ്മൾ ഒരു വസ്തുവിൻ്റെ മാസ് ഡിഫൈൻ ചെയ്താൽ ആ മാസ് എം ജിയെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ മാസ്. നമുക്ക് തെളിയിക്കാം എം ഐ ഇസ് ഈക്വൽ എം ജി. അതെങ്ങനെയാണ് നോക്കുക തെളിയിക്കുന്നത്. The weight of a body lying on the surface of earth
ഈസ് എഫ് ഈസ് എം ജി, ബട്ട് എഫ് ഈസ് ജി എം എം ജി ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ നമ്മൾ ഇനിഷ്യൽ മാസ് വെച്ച ഒരു വസ്തുവിൻ്റെ വെയിറ്റ് പറയുമ്പോൾ എഫ് എന്നുള്ളത് എം ഐ ജി കേട്ടോ, അവിടെ ഐ മിസ്സിങ് ആണ്. എം ഐ ജി എന്നാക്കുക, എം ഐ ജി, എം ഐ ജി, ഇറ്റ് ഈസ് ദെയർ, എം ഐ ജി. But the gravitational force of attraction F is equal to G M mg by r square. Equating these two we can equate because these two are forces. So Mig is equal to G M mg by r square. That is Mi by mg is equal to G M by gr square. ഈ ജി എം ബൈ ജി ആർ സ്ക്വയർ 1 ആണെന്നാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ജി ഡിഫൈൻ ചെയ്യുന്നത്. ജി എം ബൈ ജി ആർ സ്ക്വയർ അതിൻ്റെ വാല്യൂ ആ കോൺസ്റ്റൻറ്റ് 1 ആണെന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ 1 ഇട്ടാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം ഐ ഇസ് എം ജി എന്ന് കിട്ടും. അപ്പോൾ ജി എം ബൈ ജി ആർ സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ആ കോൺസ്റ്റൻറ്റ് 1 ആണ് എന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വന്നുകൊണ്ട് എം ഐ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എം ജി, എം ഐ പ്രപ്പോർഷണൽ ടു എം ജി എന്ന് പറയും. ഇനി നമ്മൾ അത് പറഞ്ഞാന്ന് പറയാം, ദ ഇനീഷ്യൽ മാസ് ഓഫ് എ ബോഡി ഈസ് പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ഗ്രാവിറ്റേഷണൽ mass if we take gm by gr square is 1. Then the initial mass, if we take gn by gr square is equal to 1, then the initial mass and gravitational mass are equal. Since two masses are equal, the mass appearing in the force equation F is equal to ma and mass appearing in the definition of weight W is mg ആർ ദി സെയിം. അപ്പോൾ ഇവിടെ ഈ ജി എം ബൈ ജി ആർ സ്ക്വയർ എന്നുള്ളത് 1 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നതാണല്ലോ. സ്മോൾ ജി ഇസ് ജി എം ബൈ ആർ സ്ക്വയർ, സ്മോൾ ജി ഇസ് ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ. അതിൻ്റെ അർത്ഥം ജി എം ബൈ ജി ആർ സ്ക്വയർ 1 ആണ്. ഇപ്പോൾ ജി എം ബൈ ജി ആർ സ്ക്വയർ 1 ഇട്ടാൽ മുകളിലത്തെ ഇക്വേഷൻ ആ എം ഐ സിക്കൾ എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എം ജി, അവിടെ ആ കോൺസ്റ്റൻറ്റ് സ്ഥാനത്ത് 1 ഇട്ടാൽ നമുക്ക് എം ഐ എസ് എം ജി എന്ന് കിട്ടും. ചുരുക്കത്തിൽ ഇനർഷ്യൽ മാസും ഗ്രാവിറ്റേഷണൽ മാസും സെയിം ആണ്. ഇനർഷ്യൽ മാസും ഗ്രാവിറ്റേഷണൽ മാസും ഒരേ വാല്യൂ ആണ് തരുന്നത്, എം ഐ ഈക്വൽ ടു എം ജി. ഇനിയാണ് നമ്മൾ ടൈറ്റിൽ ടോപ്പിക്ക് പറയുന്നത് ഫോഴ്സ് ആൻഡ് ടോർക്ക്. ഫോഴ്സ് വരുന്നത് ലീനിയർ മോഷനത്താണ്, ട്രാൻസ്ലേറ്ററി മോഷനത്താണ് ഫോഴ്സ് നമ്മൾ സാധാരണ പറയുന്നത്. ടോർക്ക് പറയുന്നത് റൊട്ടേറ്ററി മോഷനാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്ററി മോഷനിലെ ഫോഴ്സ് ഇക്വലൻ്റ് ആണ്. ഫോഴ്സിന് പകരം റൊട്ടേറ്ററി മോഷനിൽ പറയുന്ന ഒരു ഇക്വലൻ്റ് ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. ഇൻ മെക്കാനിക്സ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ എഫ് ഇസ് എം എ ഓർ എഫ് ഇസ് ഡി പി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം 2 സെക്കൻഡിലോ ന്യൂട്ടൺസ്. സിമിലർ ടു ദിസ് ദ ടോർക്ക് ഇൻ റൊട്ടേറ്ററി മോഷൻ ഈസ് ഗിവൺ ബൈ ടോർക്ക് ഈസ് ഈക്വൽ ടു, അതിന് ടോയിനൊരു സിമ്പിൾ കിട്ടും, ടി പോലെ എഴുതുന്ന അല്ലെങ്കിൽ ടിയും സിയും ചേർത്ത് എഴുതുന്ന പോലെ. ടോ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ ടോയുടെ സിമ്പിൾ എഴുതാം. Torque tau is equal to dl by dt, where L is the angular momentum. If torque is equal to 0, L is the constant. ഇപ്പോൾ ടോർക്ക് 0 ആണെങ്കിൽ dl by dt 0 ആണ് നമുക്കറിയാം. dl by dt 0 ആണെങ്കിൽ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ്റെ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, L കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ എഴുതുന്നത്. Torque tau is dl by dt where L is the angular momentum. If torque is equal to 0, dl by dt equal to 0, that is L is a constant. This is the law of conservation of angular momentum. അപ്പോൾ ടോർക്ക് tau 0 ആണെങ്കിൽ external force, torque acting on a body will be 0. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അതായത് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ L is a constant. That is the principle of conservation of angular momentum. ഇനി നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് വർക്ക്. ഇത് +1 ക്ലാസ്സിൽ പഠിച്ചതാണ്. കുറേ കാര്യങ്ങൾ റിപ്പീറ്റേഷൻ തന്നെയാണ് വർക്ക് സംബന്ധിച്ച്. വർക്ക് ഈസ് ടു ബി ഡൺ വെൻ ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ് ഈസ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കിക്കേ, work is said to be done when the point of application of the force is displaced and it is measured as the product of force and displacement. പ്രവൃത്തി ചെയ്തെന്ന് പറയണമെങ്കിൽ ഡൈനാമിക്സിൽ വർക്കിന് പ്രത്യേക മീനിങ് ആണ് കേട്ടോ, പ്രത്യേക സെൻസാണ്. ഇപ്പോൾ വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ ഫോഴ്സ് കൊടുക്കുന്ന ബിന്ദു അല്ലെങ്കിൽ വസ്തു കുറച്ച് ചലിക്കണം. ചലിച്ചില്ലെങ്കിൽ വർക്കില്ല, വർക്കില്ലെന്നാണ് പറയണം.
ഇപ്പോൾ ഫോഴ്സ് നമ്മളൊരു വസ്തു പ്രയോഗിക്കുകയും ആ വസ്തു കുറച്ച് ദൂരം ചലിക്കുകയും ചെയ്താൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ വേണം, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇല്ല. ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ചലിക്കുകയും ചെയ്താൽ അവിടെ വർക്ക് ചെയ്യുന്നത് പറയും. ഒരു സ്മോൾ വർക്ക് അളക്കുന്നത് അല്ലെങ്കിൽ വർക്ക് അളക്കുന്നത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു സ്മോൾ വർക്ക് ആണെങ്കിൽ DW എന്ന് പറയും. സ്മോൾ വർക്കിനെ നമ്മൾ DW എന്ന് എഴുതും. അത് F.dr എന്ന് പറയും. കാരണം ഇവിടെ ഫോഴ്സും dr ഈസ് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. അവ രണ്ട് വെക്റ്റേഴ്സാണ്. രണ്ട് വെക്റ്റേഴ്സിനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഉത്തരം സ്കേലാർ പ്രോഡക്റ്റാണ്. DW എന്ന് പറഞ്ഞാൽ വർക്ക് അത് സ്കേലാറാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റേഴ്സാണ്. അപ്പോൾ രണ്ട് വെക്റ്ററിൻ്റെ ഡോട്ട് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ചെയ്യുന്നത്. DW ഈക്വൽ ടു F.dr. ഇപ്പോൾ കംപ്ലീറ്റ് വർക്ക് ആണെങ്കിൽ W ഈസ് ഈക്വൽ ടു F.r അല്ലെങ്കിൽ F.d എന്നൊക്കെ പറയും. വർക്ക് ഈസ് എ സ്കേലാർ, യൂണിറ്റ് ജൂൾ. ഇതൊരു CGS യൂണിറ്റ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. CGS യൂണിറ്റ് എറുകയാണ്. വർക്കിൻ്റെ CGS യൂണിറ്റ് എറുകയാണ്. 1 ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എറുകയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ എഴുതാം. എർഗ് ഈസ് ദ CGS യൂണിറ്റ്. 1 ജൂൾ ഈസ് 10⁻⁷ എർഗ്. DW is F.dr. Therefore, total work W is integral F.dr. ഇത് നമുക്കറിയാം. ഇപ്പോൾ A.B എന്ന് പറഞ്ഞാൽ മോഡലസ് A മോഡലസ് B cos θ ആണല്ലോ. വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റേഴ്സ് A ആൻഡ് B. അതുപോലെ F-ൻ്റെയും DR-ൻ്റെ ഇടയ്ക്ക് ഒരു ആംഗിൾ തീറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് W is equal to ഇൻ്റഗ്രൽ F.dr cos θ. F ഡോട്ട് മാറ്റിയിട്ട് F.dr cos θ എന്ന് പറയും. അല്ലെങ്കിൽ F cos θ dr. നമുക്ക് cos θ ആദ്യം എഴുതാം. F cos θ dr അങ്ങനെ എഴുതാം. ഇനി വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി. ഒരു വസ്തുവിനെ ഉയർത്താനുള്ള വർക്ക് എന്താണ്? ഉയർത്താനുള്ള. കൺസിഡർ എ ബോഡി ഓഫ് മാസ് M അറ്റ് റെസ്റ്റ് ഓൺ എ ഹോറിസോണ്ടൽ സർഫസ്. ഇറ്റ്സ് വെയിറ്റ് mg ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ബോഡി വെർട്ടിക്കലി അപ്വേർഡ്സ് is F is mg. Let the height to which it is lifted be h. Work done equal force into displacement, that is mg into h. W is mgh. അതായത് M മാസമുള്ള വസ്തു, അതിൻ്റെ വെയിറ്റ് mg ആയിരിക്കും. വെയിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. വസ്തുവിനെ തറയിൽ നിന്ന് നമ്മൾ h ഉയരത്തിലേക്ക് പൊക്കിയാൽ വർക്ക് F into s, F into r, F into d, mg into h എന്ന് പറയും. അപ്പോൾ W is mg into h. h ഉയരത്തിലേക്ക് M മാസമുള്ള വസ്തുവിനെ ഉയർത്താനുള്ള വർക്ക് mgh ആണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഈ മേൽപോട്ട് പൊക്കാൻ വേണ്ട ഈ വർക്കിനെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. നെക്സ്റ്റ് ഈസ് എനർജി. Energy is the capacity to do work. Unit of energy is joule in SI and erg in CGS. വർക്കിൻ്റെയും എനർജിയുടെ യൂണിറ്റ് ഒന്നാണ് കേട്ടോ. സെയിം ആസ് ദാറ്റ് ഓഫ് വർക്ക്. എനർജി ഇസ് സ്കേലാർ. ഡയമെൻഷണൽ ഫോർമുല ml² T⁻². മെക്കാനിക്കൽ എനർജി ഈസ് ഓഫ് 2 types: kinetic energy, potential energy. Kinetic energy. Energy of a body due to its motion is called kinetic energy. Example: falling water, winds, മൂവിങ് ആരോ എക്സെട്ര. ഇവയെല്ലാം കൈനറ്റിക് എനർജി ഉള്ള വസ്തുക്കളാണ്. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് M മൂവിങ് വിത്ത് വെലോസിറ്റീസ് ½ v². M മാസമുള്ള വസ്തു v വെലോസിറ്റിയിൽ പോയാൽ അതിന് കൈനറ്റിക് എനർജി ½ v² ആണ്. SI യൂണിറ്റ് ഓഫ് എനർജി ഇസ് ജൂൾ. വർക്കിൻ്റെ അതേ യൂണിറ്റ്. ഇനി ഒരു ഫേമസ് തിയറം, ഇതും +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വർക്ക് എനർജി തിയറം. Work energy theorem important. ഇവിടെ ചോദിക്കുന്നതാണ് വർക്ക് എനർജി തിയറം. This theorem states that the work done by a particle is equal to change in kinetic energy. That is W is equal to ½ v² minus ½ mu². That is final Ke minus initial Ke. This theorem states that the work done by a particle is equal to change in kinetic energy. Work done by a particle is equal to change in kinetic energy. That is W is equal to ½ mv² minus ½ mu² or equal to final Ke minus initial Ke. Proof. We know. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? We know F is equal to integral F.dr.
അപ്പോൾ അത് ലിമിറ്റ് നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് പോകുന്നവരെ കാണിക്കുക 1 to 2 ഇൻ്റഗ്രൽ 1 to 2 ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് പൊസിഷനെ കാണിക്കുന്നത് കേട്ടോ. ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ 1ഉം 2ഉം നമ്മൾ ശരിക്കും ലിമിറ്റ് ആയിട്ട് കൊടുക്കുകയില്ല. ഇറ്റ് മേ ബി V1 and V2 എന്നുള്ള അർത്ഥമാണ്. ഓർ R1 and R2 ഓർ X1 and X2 അങ്ങനെയുള്ള മീനിങ്. W is ഇൻ്റഗ്രൽ 1 to 2 F dot dr. F is MA, that is integral 1 to 2 MA dot dr. That is W is equal to W ആണ് നമ്മൾ W ആയിട്ട് പറയുന്നത്. W is equal to into 1 to 2 MA M into A dU by dt into dr. That is 1 to 2 M into dV. ആ dt കൊണ്ടുപോയി നമ്മൾ dr താഴെ കൊടുക്കണം. dr by dt. That is 1 to 2 M dV into V. കാരണം dr by dt വെലോസിറ്റിയാണ്. അതിൽ ഓർഡർ പറയണം. V ആദ്യം പറയണം. That is 1 to 2 MV dV. That is M is a constant we take out of in front of integral sign M into integral 1 to 2 V dV. Integrating, we get M is equal to V square by 2. And the velocity change may be from U to V, V1 to V2, U to V, or V0 to V. In any way you can write. Here we write the velocity changes from U to V. So first velocity is U, second velocity is V. Put to the limit, we get W is equal half mv square. Mv square minus mu square. W is half mv square minus half mu square. That is final kinetic energy minus initial kinetic energy. W is equal to change in K. And that is the work energy theorem. ഇവിടെ ഈക്വൽ എഴുതാം. W is equal to half mv square minus half mv square equal to എന്ന് എഴുതാം. Equal to change in kinetic energy. അവിടെ ഈ രണ്ട് വാക്ക് ചേർക്കുക. ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ചേർക്കുക. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. With this, our second lecture on particle dynamics is over. We continue in the next class. Thank you.